ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേടായ മൊബൈൽ അഡാപ്റ്ററുകൾ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ്. ഓരോ ഇലക്ട്രോണിക്സ് ഐറ്റത്തിന് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത് സോൾഡറിങ് അയൺ വിടുന്നത് കൊണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റർ കംപ്ലയിൻ്റ് ആവുന്നതുകൊണ്ടാണ്. ആദ്യമായി നമുക്ക് കേടായ ചാർജർ എടുക്കാം. അതിനായിട്ട് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യമായി തന്നെ ആക്സോ ബ്ലേഡ്, സ്ക്രൂ ഡ്രൈവർ, സോൾഡറിങ് പേസ്റ്റ്, ലെഡ്, ഇൻസുലേഷൻ ടേപ്പ്, സോൾഡറിങ് അയൺ, അതുപോലെ തന്നെ മൾട്ടിമീറ്റർ, ഇവയെല്ലാം അതിനായിട്ട് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് കേടായ അഡാപ്റ്റർ എടുക്കാം. കേടായ അഡാപ്റ്റർ നല്ല ഗമ്മിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് എടുക്കാവുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചത് പതുക്കെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ലപോലെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബോർഡ് പതുക്കെ പുറത്തെടുക്കാവുന്നതാണ്. ബോർഡ് നമ്മൾ പുറത്തെടുത്തു. ഇനി അത് നമ്മൾ റെസിസ്റ്റർ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്തു. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ആദ്യമായി തന്നെ മൾട്ടിമീറ്റർ റെസിസ്റ്റർ ഡയോഡ് മോഡിലേക്കായിട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ മോഡ്. ഈ മോഡിലിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രജിസ്റ്റർ ആദ്യമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. രജിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രജിസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. ഇനി അതുപോലെ നമുക്ക് ഡയോഡ് മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡയോഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഡയോഡുകളെല്ലാം വർക്കിംഗ് ആണ്. അതുകൊണ്ടൊരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ രജിസ്റ്ററാണ് ഇതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയ രജിസ്റ്റർ എടുക്കാം. അത് 1 ഓമിൻ്റെ ആണ്. ഇനി ആ ബോർഡിലേക്ക് നമുക്കത് ഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ച് നമുക്കത് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് സോൾഡറിങ് അയൺ എടുത്ത് നമ്മൾ പേസ്റ്റിൽ മുക്കി അത് നമ്മൾ ലെഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ലെഡിലുരുക്കി നമുക്കത് സോൾഡറിങ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൻ്റെ 2 ഭാഗങ്ങളും നമുക്ക് സോൾഡർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിന് നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങളില്ല. ഏത് സൈഡായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സോൾഡറിങ് ഉപയോഗിച്ച് അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്കത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്തു. ഇനി റെസിസ്റ്റർ നമ്മൾ ഫിറ്റ് ചെയ്ത റെസിസ്റ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ റെസിസ്റ്റർ വർക്കിംഗ് ആണ്. അപ്പോൾ ഒരു റെസിസ്റ്ററിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ ആ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പഴയ രീതിയിൽ നമുക്കത് ഘടിപ്പിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ പഴയ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ചാർജർ അഡാപ്റ്ററുകളൊക്കെ എല്ലാം ഉണ്ട്. ഇതെല്ലാം നിസ്സാര കംപ്ലയിൻ്റാണ് വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ശരിയാക്കി എടുക്കാവുന്നതാണ്. റെസിസ്റ്ററിന് വരുന്ന വില എന്ന് പറയുന്നത് ആകെ 1 രൂപ 2 രൂപയ്ക്കേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ സോൾഡറിങ് വിടുകയാണെങ്കിൽ നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ചത് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്കത് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് പതുക്കെ ചുറ്റിയെടുക്കാം. ഇനി നമുക്കത് ഫ്ലഗിൽ കുത്തി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഫ്ലഗിൽ കുത്താം. നമ്മൾ ഫ്ലഗിൽ കുത്തി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മൊബൈൽ ഫോൺ ആവശ്യമായിട്ടുണ്ട്. മൊബൈൽ ഫോണിൻ്റെ പിന്നിൽ നമുക്കൊന്ന് കുത്തി നോക്കാം. ഇനി നമുക്ക് പതുക്കെ ഓണാക്കാം. ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഫോൺ വർക്കിംഗ് ആണ്. ചാർജറിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഇതേപോലെ നമ്മുടെ ഓരോ വീട്ടിലെ ഓരോ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് ശരിയാക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.